മലയാളത്തിന് ആദ്യമായി രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത ചെമ്മീനിലെ പരീക്കുട്ടിയെ ഒരു മലയാളിക്ക് മറക്കാൻ പറ്റില്ല. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ സാഹിത്യകാരൻ, ഏണിപ്പടികളിലെ കേശവപിള്ള, ഓളവും തീരവും എന്ന സിനിമയിലെ ബാപ്പൂട്ടി എന്നങ്ങനെ അനവധി കഥാപാത്രങ്ങളിലൂടെ ഈ അതുല്യ നടൻ പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കി. സിനിമാ സംവിധായകൻ, നിർമ്മാതാവ്, കഥാകൃത്ത് അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ മികവ് കാട്ടിയിട്ടുണ്ട്. ഇതര ഭാഷകളിലും അഭിനയശക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ അതുല്യ നടനാണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിട്ടുള്ളത്. ഞാൻ ശ്രീ മധുവിനെ കൈരളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ ഹിന്ദി ലെക്ചറർ ആയിരിക്കുമ്പോഴായിരുന്നു നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേരാൻ നിശ്ചയിച്ചത്. എന്തായിരുന്നു അങ്ങനെ അത്രത്തോളം ഇൻട്രസ്റ്റ് വരാൻ പെട്ടെന്ന് അങ്ങനെ തോന്നുന്നത്? അന്നൊക്കെ ഒരു നല്ല ജോലി കിട്ടി വളരെ സെറ്റിൽഡ് ജീവിതം നയിക്കണം എന്നായിരുന്നില്ലേ ആഗ്രഹമൊക്കെ? അന്നത്തെ കാലത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു. നമുക്കിവിടെ ഇന്ത്യയിൽ അതിന് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഈ അഭിനയവും നാടകവും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായത്. അന്ന് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും തുടങ്ങിയിട്ടില്ല. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ആദ്യം അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഐ വെൻറ്റ്. ഇപ്പോൾ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ഞാൻ കോളേജ് ലെക്ചറായിരുന്നു. അതിപ്പോൾ ഡൽഹിയിൽ പോയി 2-3 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പല ട്യൂട്ടോറുകളിൽ പോയാലും അത്രയൊക്കെ അങ്ങനെ ജീവിക്കായിരുന്നു. പക്ഷേ സാറ് ഹിന്ദിയിൽ അപ്പോൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. ഇവിടെ MG കോളേജിൽ ഇൻ്റർമീഡിയറ്റ്, അത് കഴിഞ്ഞ് BA യൂണിവേഴ്സിറ്റി കോളേജിൽ. അന്നൊക്കെ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ സിനിമയിൽ വരുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ സാർ എങ്ങനെ സിനിമയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് എങ്ങനെ അച്ഛനോ അമ്മയ്ക്കൊക്കെ ഒരു എതിർപ്പുണ്ടായിരുന്നു? അങ്ങനെ ആദ്യമായിട്ട് നാഷണൽ സ്കൂളിൽ പോകണു, ഇങ്ങനെ ഡ്രാമയ്ക്ക് പോകണു എന്നൊക്കെ പറയുമ്പോൾ ഇതാരും ഒരു അങ്ങനെ ഒരു ടാബു ഒന്നും ഉണ്ടായിരുന്നു, സ്ഥിരതയുള്ള ഒരു കാരിയറായിട്ട് ആരും കരുതിയിരുന്നില്ലല്ലോ. അന്നല്ല ഇന്നും അത് തന്നെ. ചെറുപ്പക്കാർ പോകുമ്പോൾ പഴയതുപോലുള്ള ബുദ്ധിമുട്ടില്ലാന്ന് വരില്ല. വീട്ടുകാർക്ക് പെട്ടെന്ന് കയറി യെസ് പറയാൻ സാധിക്കില്ല. കാരണം ഒരു സ്ഥിരതയില്ലല്ലോ. തീർത്ത് പറയാൻ സാധിക്കില്ലല്ലോ ഒരാൾ ഈ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുവോ ഇല്ല എന്നുള്ളത്. സാറിന് അതുമാതിരി ഞാൻ വായിച്ചിട്ടുണ്ട്. സാർ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോഴാണോ ഈ കവിതയുമായിട്ടൊക്കെ വളരെ അടുത്തൊരു റിലേഷൻഷിപ്പ് അവിടെ വെച്ചാണോ ഉണ്ടായത്? ഹിന്ദി ലിറ്ററേച്ചർ പഠിക്കുകയും പോയട്രി വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്നു. BAയ്ക്കും ലിറ്ററേച്ചർ തന്നെ ഹിന്ദി തന്നെയായിരുന്നു എനിക്ക് ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ. സാറിൻ്റെ പോയട്രിയിൽ അതുമാതിരി സാറിന് ഞാൻ എവിടെയോ അത് സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, മധുശാല വളരെ ഇഷ്ടമുള്ള പോയമിലൊന്നായിരുന്നോ? അല്ല, അത് അങ്ങേരുടെ ഹരിവംശ് റായ് ബച്ചൻ്റെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് മധുശാലയായിരുന്നു. ഞങ്ങൾക്കത് പഠിക്കണമായിരുന്നു MAക്ക്. അങ്ങനെയാണ്. ബച്ചനും മറ്റു കവിതകളും വായിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇതും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാർ ആദ്യം മൂടുപടം എന്നുള്ള സിനിമയിലാണല്ലോ ശരിക്കും പറഞ്ഞാൽ രാമുക്കരയത്ത് പറഞ്ഞു വന്ന് ആക്ട് ചെയ്യാനായിട്ട് പോയത്. പക്ഷേ ഇത് ഇടയ്ക്ക് വന്ന് എങ്ങനെയാണ് ഇതിൽ വന്ന് ഈ സിനിമയിൽ ആക്ട് ചെയ്യാൻ നിശ്ചയിച്ചത്? നിലമണിഞ്ഞ കാൽപ്പാടുകളിൽ? അല്ല, അത് അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഈ സിനിമ എനിക്ക് അഭിനയിക്കാൻ പോകുന്നതിന് മുമ്പ് മേക്കപ്പ് ടെസ്റ്റ് എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് അത് കളറിനേക്കാളും വലിയ ആവശ്യമാണ്. അപ്പോൾ ഇവരുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നില്ല. നിലമണിഞ്ഞ കാൽപ്പാടിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ശോഭന പരമേശ്വരനായിരുന്നു പ്രൊഡ്യൂസർ, യുവരാജ് ഗോവലായിരുന്നു ക്യാമറാമാൻ. അപ്പോൾ അവിടെ ആ സെറ്റിൽ പോയിട്ട് എൻ്റെ ഈ ടെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞ് അവിടെ പോയി. അപ്പോൾ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പരമേശ്വരനായിരുന്നു ചോദിച്ചു, അതിലൊരു റോളുണ്ട് ചെയ്യാമെന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ആദ്യം ക്യാമറ ഫേസ് ചെയ്യുന്ന ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. രാമുക്കരയത്തിനെ എങ്ങനെയായിരുന്നു പരിചയപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ? എന്ന് വെച്ചാൽ അതൊരു വളരെ ഫ്രൂട്ട്ഫുൾ ഒരു കോമ്പിനേഷനായി തീർന്നു അല്ലേ? ചെമ്മീൻ വന്നത് ആ ഒരു കോമ്പിനേഷൻ വന്നായിരുന്നു. മലയാള സിനിമയ്ക്ക് ശരിക്കും ഒരു മൈൽ സ്റ്റോൺ തന്നെ കരുതപ്പെടുന്ന ഒരു സിനിമ എന്ന് വെച്ചാൽ വളരെ കമേഴ്ഷ്യൽ ഹിറ്റായിരുന്നു. എന്നാൽ അന്നത്തെ കാലത്ത് വളരെ വ്യത്യസ്തമായി റിയൽ ആയിട്ടുള്ള സെറ്റ്സിൽ പോയിട്ടൊക്കെ എടുത്തത്. അതിനെക്കുറിച്ച് സാറിൻ്റെ ആ റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്ന് പറയാമോ? രാമുകാരിയേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ്. ഈ മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു പടം ഉണ്ടായിരുന്നല്ലോ, എൻ്റെ റിസപ്ഷനിൽ വെച്ചിട്ട്. അതെ, അതിന് പ്രസിഡൻസ് അവാർഡ് കിട്ടി, ബെസ്റ്റ് റീജിയണൽ ഫിലിം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഡൽഹിയിൽ വന്നപ്പോൾ മലയാളി അസോസിയേഷനൊക്കെ സ്വീകരണം കൊടുത്തു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ രാമുകാരിയേട്ടനെ കാണുന്നത്. ഇത് അടൂർ ഭാസി ഇവിടെ ഉണ്ടായിരുന്നു. ഭാസി ഇവിടെ വെച്ച് എനിക്ക് വളരെയധികം പരിചയമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നാടകമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഭാസിയാണ് ആക്ച്വലി രാമുകാരിയേട്ടനെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ രാമുകാരിയേട്ടൻ ഇങ്ങനെ കാഷ്വലായിട്ട് ചോദിച്ചു, നാടകത്തിൽ മാത്രം ഇൻട്രസ്റ്റ് ഉള്ളോ, സിനിമയിൽ ഇൻട്രസ്റ്റ് ഇല്ലേ? ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാടകമായിരുന്നാലും സിനിമ ആയിരുന്നാലും ഒന്നുപോലെ തന്നെ. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ രാമുക്കരയത്തുമായിട്ട് ഇങ്ങനെ. അപ്പം ചെമ്മീൻ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ ഫേമസ് ഒരു നോവലായിരുന്നല്ലോ തകഴിയുടെ. സാറിന് എന്തായിരുന്നു ഫീലിംഗ് ഇങ്ങനെ പരീക്കുട്ടിയെ ആക്ട് ചെയ്യാൻ പോകണമെന്ന് അറിഞ്ഞപ്പോൾ? അതിനെ വിളിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഞാൻ ഈ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളൊരു നോവലായിരുന്നു അത്. അപ്പോൾ ആ കഥാപാത്രം ഇങ്ങനെ
എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നൊരു പല ധാരാളം നോവൽസ് വായിച്ചിട്ടുണ്ടെങ്കിലും കുറേ ചില്ലറ കഥാപാത്രങ്ങളല്ലേ, ഒരു വിരലിൽ എണ്ണാൻ സാധിക്കുന്ന കഥാപാത്രങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുള്ളൂ. അങ്ങനെ മനസ്സിൽ തങ്ങി നിന്ന ഒരു ക്യാരക്ടറായിരുന്നു പരീക്കുട്ടി. അപ്പോൾ അതിന് അഭിനയിക്കാൻ ക്ഷണിച്ചപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. ഈവൻ നൗ പരീക്കുട്ടി നമ്മൾ വളരെ വളരെ റൊമാൻറ്റിക് ഒരു ഹീറോ ആയിട്ടാണ് ഈവൻ നൗ ഇത് പുതിയതായിട്ട് ഇപ്പം നമ്മൾ പുതിയ പ്രിൻ്റൊക്കെ ചെമ്മീൻ ഇറക്കുന്ന ഒരു എത്രയോ ജനറേഷൻസ് ഓഫ് മൂവി ഗോവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സിനിമയാണ് ദ കോമ്പിനേഷൻ. അപ്പം സാറിന് അതുമാതിരി ആദ്യമായിട്ടായിരുന്നു അന്ന് സെറ്റിൽ ഇങ്ങനെ ഈ സ്റ്റുഡിയോ സെറ്റിൽ നിന്ന് പോയി ശരിക്കും ഒരു ഔട്ട്ഡോർ ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്തൊരു സിനിമ അല്ലേ? ഇല്ലില്ല, അല്ലെങ്കിൽ തന്നെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മുറിയുടെ അകത്തുള്ളതെല്ലാം മുറിയുടെ അകത്തും അല്ലാത്തതൊക്കെ പുറത്തും ഷൂട്ട് ചെയ്യായിരുന്നു. സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത്? അല്ല, സെറ്റ് ക്രിയേറ്റ് ചെയ്യണത് അധികവും ഇൻഡോർ സെറ്റ്സ് ആണ് അധികവും ഇടുക. പിന്നെ ചിലപ്പോൾ ചില ഗാർഡനൊക്കെ ഇട്ടുന്ന് വരും. എന്നാലും മിക്കവാറും എല്ലാ പടത്തിനും ഒരു 5-6 ദിവസത്തെ ഔട്ട്ഡോർ ഷൂട്ടിങ് പുറത്ത് സൺലൈറ്റിൽ തന്നെ ഉണ്ടാവുമായിരുന്നു. എന്തായിരുന്നു ചെമ്മീൻ്റെ വ്യത്യാസം? അപ്പോൾ ചെമ്മീൻ പക്ഷെ നിങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് പോയി ചെന്ന് അവിടെ താമസിച്ച് അവിടെ തന്നെ ഷൂട്ടിംഗ് ഒക്കെ ആയിരുന്നു അല്ലേ? ആലപ്പുഴയല്ല? ആലപ്പുഴയല്ലായിരുന്നു ഷൂട്ടിംഗ്, ഇത് തൃശ്ശൂരിനടുത്ത് നാട്ടകം. ഓഹോ, അവിടെ വെച്ചിട്ടായിരുന്നു ഷൂട്ടിംഗ് അല്ലേ? ഇവർ ആലപ്പുഴയിൽ അവർ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. ദേ കുഡ്ന്റ് ബിക്കോസ് ഓഫ് ദി കോഓപ്പറേഷൻ ഓഫ് ദി ക്രൗഡ്. അപ്പോൾ അവിടുന്ന് ഒരു പെട്ടിയും വാണമൊക്കെ തൂക്കിയെടുത്ത് എവിടെ പോവാം. അപ്പോൾ രാമുകാരിയേട്ടൻ്റെ സ്ഥലമാണ് ഈ നാട്ടിക എന്ന് പറഞ്ഞ സ്ഥലം. എൻ്റെ അടുത്താണ്, ചേറ്റുവയിലാണ് കാര്യേട്ടൻ്റെ സ്ഥലം. അപ്പോൾ അങ്ങനെ അവിടെ കടപ്പുറത്ത് എല്ലാവരും പരിചയമൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്. സോ ഹി ഫെൽറ്റ് അറ്റ് ഹോം ദേർ. അതെങ്ങനെയാ അപ്പോൾ സാറിനൊരു ശരിക്കും ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ വന്നപ്പം നിങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് വായിക്കണം, അന്നത്തെ സ്റ്റാർസ്, ഡിഡ് യു ഫീൽ ദാറ്റ് ഇറ്റ് റിയലി? അന്ന് എല്ലാ പടത്തിനും അങ്ങനെ ഉണ്ടായിരുന്നു, ഇതിന് മാത്രമല്ല. അന്നും വേറെ പടത്തിൻ്റെയും ഞാൻ തൃശ്ശൂർ ഷൂട്ടിങ് പോയിട്ടുണ്ട്. അവിടെ അന്ന് ഉണ്ടായിരുന്നത് സ്റ്റേറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു, പിന്നെ രാമനിലയം, പിന്നെ ഒരു സെൻട്രലോ, അങ്ങനെ ചില ഹോട്ടലുണ്ട്. ഈ ഹോട്ടലിൽ തന്നെ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ വേറെ പടങ്ങൾക്ക് പോയാലും താമസിക്കുക. ഞാൻ ആദ്യത്തെ പടത്തിൻ്റെ 3 പടത്തിന് തന്നെ അവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, തൃശ്ശൂർ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് വാസന്റ് ഒരു അങ്ങനെ ചെമ്മീന് വേണ്ടി സ്പെഷ്യലായിട്ട് ഒന്നുമില്ല. ചെമ്മീന് വേണ്ടി ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ അവരുടെ അരയന്മാരുടെ വീട് അവരുടെ അടുത്ത് നല്ല വാക്കൊക്കെ പറഞ്ഞ് വീടൊക്കെ ഒഴിപ്പിച്ചെടുത്തിട്ട് വീടിൻ്റെ പരിസരവും കുറേയൊക്കെ ഇൻഡോറും ഒക്കെ ഷൂട്ട് ചെയ്യാൻ മാത്രമല്ല, ഈ അരയന്മാരുടെ തന്നെ തുണി ഷർട്ടും മുണ്ടും ഒക്കെ കടമ വാങ്ങിച്ചിട്ട് നമ്മുടെ ആർട്ടിസ്റ്റിന് കൊടുത്തിട്ട്. അപ്പോൾ നിങ്ങൾ കിട്ടത് അവരുടെ തുണിയൊക്കെ ആയിരുന്നോ? അല്ലല്ലോ, ഞാൻ അരയനായിരുന്നില്ലല്ലോ. എസ് പി പിള്ളയൊക്കെ ഇട്ട് അവരുടെ എസ് പി പിള്ളി ഒരു പക്ഷേ സത്യൻ സാറും ഒക്കെ ഇട്ടത് അവരുടെ ആയിരിക്കണം, കൊട്ടാരക്കറ്റൊക്കെ ഇട്ടത് അവരുടെ തുണിയായിരുന്നു. പക്ഷെ അപ്പം അതൊരു അവർക്ക് ഭയങ്കര ഒരു അനുഭവമായിരിക്കും അല്ലേ, അവിടെ വന്ന സിനിമാ താരങ്ങളും നിങ്ങളുടെ തുണി അവർക്ക് പുതിയ തെച്ചു കൊടുക്കുകയും ചെയ്തേ. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ സത്യൻ സാറുമായിട്ട് അഭിനയിച്ച ആ ഒരു അനുഭവം സാറിന് എങ്ങനെയായിരുന്നു അത് ഫീൽ ചെയ്യുന്നത്? ഞാൻ ആദ്യത്തെ പടത്തിലെ സത്യൻ സാറിൻ്റെ കൂടെയാണല്ലോ. എന്നാലും അന്ന് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജനറേഷൻ ഓഫ് സ്റ്റാർസിൻ്റെ സാറാണ് ഇപ്പോൾ ശരിക്കും ഉള്ളത്. അന്ന് ഇവരുടെ കൂടെ ഒക്കെ സത്യൻ, പ്രേംനസീർ, ഒരു ട്രൈംവിറേറ്റ് ഉണ്ടായിരുന്നല്ലോ 3 പേര് നിങ്ങൾ. അങ്ങനെ ആ ഒരു അനുഭവം എന്തായിരുന്നു അന്നത്തെ? അങ്ങനെ വലിയൊരു അനുഭവം എന്നൊന്നും പറയാൻ എനിക്ക് തോന്നിയില്ല. മേ ബി ബിക്കോസ് ഞാൻ ഐ വാസ് എ ട്രെയിൻഡ് ആർട്ടിസ്റ്റ്. അങ്ങനെ ഒരു പ്രത്യേകതയൊന്നും തോന്നിയില്ല. പിന്നെ സത്യൻ സാറിൻ്റെ പടങ്ങളൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, നസീറിൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച് വളരെ അടുത്ത് പേഴ്സണലായിട്ടുള്ള പരിചയമൊന്നും ഇല്ല എന്നൊരിക്കലും നമുക്ക് പരിചയമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ സിനിമയിൽ ധാരാളം കണ്ടിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർ വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ വന്നൊരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വരണേ. നസീറും സത്യൻ സാറും ഒക്കെ ഐ തിങ്ക് 50-51 വന്നു. ഞാൻ വന്നപ്പോൾ 62 ആയി. അപ്പോൾ ഇത്രയും കാലത്ത് അവരുടെ പടങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ്? ഇപ്പോൾ നമ്മൾ ഹിന്ദിയിൽ ഇതുപോലെ പറയും ദേവാനന്ദ്, രാജ് കപൂർ, ആ ഒരു കോമ്പിനേഷൻ, ദിലീപ് കുമാറിൻ്റെ. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള വർക്കിംഗ് വാട്ട് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരുന്നു അത് നിങ്ങൾ 3 പേരും തമ്മിൽ അന്നത്തെ ലീഡിങ് സ്റ്റാർസ്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. വി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. ഇപ്പോൾ സത്യൻ സാറിനെ കുറച്ചൊക്കെ പ്രായം കൂടിയ ആളായിരുന്നു. അതാണ് ഇപ്പോഴും പറയുമ്പോൾ സാറിന് ചേർത്തേ പറയുള്ളൂ. നസീറിനേക്കാളും പ്രായം കൂടിയിട്ടായിരുന്നെങ്കിലും അത്രയും വലിയ പ്രായമൊന്നുമില്ല, നസീർ തന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ അടുത്തോ ഒരു ടീച്ചറിൻ്റെ അടുത്തോ വാദ്യാരുടെ അടുത്തോ ഉള്ള ഒരു ഇതും ഇദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. ഈക്വൽസ് എന്നുള്ളൊരു റിലേഷൻഷിപ്പ് അല്ലേ? ഒരു സാർ ആദ്യം സാർ അന്നൊക്കെ വരുമ്പോൾ ഈ ട്രെയിനിങ് ശരിക്കും ഹെൽപ്പ് ചെയ്തോ സിനിമയിലോട്ട് വരുമ്പോൾ? ഇപ്പോൾ സാറ് പറഞ്ഞു 10 years കഴിഞ്ഞാണ് വന്നതെന്ന്. ഇവരൊക്കെ ത്രൂ ഫിലിംസ് പഠിച്ച് വന്നവരാണ്. സാർ ഒരു ട്രെയിൻഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ശരിക്കും ഞാൻ ഈ ട്രെയിനിങ് ഇല്ലാതെ ഞാൻ മേക്കപ്പ് ടെസ്റ്റിന് പോയിരുന്നെങ്കിൽ, മേക്കപ്പ് ടെസ്റ്റിന് പോകുമ്പോൾ ചില കുറേ ഡയലോഗ് തരുവേ പറയാൻ വേണ്ടിയിട്ട് പോയത്, ഒരു പക്ഷേ ഞാൻ ഫെയിലായേനെ. കാരണം ഞാൻ കുറച്ചൊരു വീട്ടിൽ വളരെ സ്ട്രിക്റ്റായിട്ടൊക്കെ വളർത്തി
എന്താ പറയാൻ, വളരെ അധികം സ്റ്റേജിലൊന്നും കയറിയിട്ടില്ല. ചില്ലറ നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടില്ല എന്നല്ല, പക്ഷേ ക്യാമറ അതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ചൊരു സെൽഫ് കോൺഷ്യസ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, കുറച്ച് നെർവസ് ആയിരുന്നു. ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടിയത് ഇത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി ഇൻഹിബിഷൻസ് ഒക്കെ മാറ്റി കിട്ടിയില്ലേ? എങ്ങനെ ഒരു മെത്തേഡ് ഓഫ് ആരൊക്കെ തന്നെ അവിടെ പഠിപ്പിച്ചിരുന്നു നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ? അന്ന് സാറൊക്കെ ചെല്ലുമ്പോൾ ആദ്യത്തെ ബാച്ച് ആണല്ലോ. ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ അതിൻ്റെ ഡയറക്ടറായിരുന്നത് ഷൊത്തൂഷൻ. അദ്ദേഹമാണ് കൽക്കട്ടയിലെ റിവോൾവിംഗ് തിയേറ്റർ ആദ്യമായിട്ട് കൽക്കട്ട, ഇപ്പോഴും ഉണ്ടത്, അദ്ദേഹമായിരുന്നു ഉണ്ടാക്കി, അദ്ദേഹമായിരുന്നു എൻ്റെ ഡയറക്ടർ. പിന്നെ അഭിനയം പഠിപ്പിച്ചിരുന്ന ഒരു ഷീല ഭാട്ടിയ, പിന്നെ ശാന്താഗാന്ധി ഇവിടെ വന്നിട്ടുണ്ട്, അവരും ആക്ടിങ് പഠിപ്പിക്കുമായിരുന്നു. പിന്നെ മേക്കപ്പ്, ഞങ്ങൾക്ക് ഈ അഭിനയം മാത്രമല്ല, എഴുത്ത്, സംവിധാനം, ഈവൻ കാർപ്പൻട്രി, മേക്കപ്പ്, കോസ്റ്റ്യൂം ഡിസൈനിങ്, സെറ്റ് ഡിസൈനിങ്, അങ്ങനെ എല്ലാം പഠിക്കണമായിരുന്നു. അപ്പോൾ അവിടെ ഒരു പഞ്ചാബി ആശാരി എൻ്റെ ഗുരുവായിരുന്നു. പക്ഷെ ഇതൊക്കെ ശരിക്കും ഹെൽപ്പ് ചെയ്തു. സാർ ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ആയപ്പോൾ ശരിക്കും അല്ലേ, വളരെ ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സാറ് അതുമാതിരി ഓളവും തീരവും ചെയ്തു അല്ലേ, PN മേനൻ്റെ ആ ഒരു. സാറ് എല്ലായിടത്തും ഇപ്പോൾ ഇന്നിപ്പോൾ പറയായിരുന്നു, ഒരാൾ ഒരുപാട് മുസ്ലിം കഥാപാത്രങ്ങളെ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചൊരു നടനാണ്. പറയാം, നമുക്ക് ഒട്ടും അത് ജാറിങ് ആയിട്ട് തോന്നൂല, ആ ഒരു ഡയലക്റ്റും വേഷം, സംസാരിക്കുന്ന രീതി. അപ്പോൾ അതും ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഗുണമായിട്ട് കിട്ടിയതാണോ, അതോ ഒബ്സർവേഷനോ ആരെങ്കിലും പറഞ്ഞത്? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കുറേയൊക്കെ നമ്മൾ മനഃപൂർവ്വം ചെയ്യുമെങ്കിലും അല്ലാതെ കുറേയൊക്കെ നമ്മൾ അറിയാതെ തന്നെ മനസ്സിൽ കയറുന്ന ഒരു ഇതുണ്ട്. ഈ വളരെ കോൺഷ്യസ് ആയിട്ട് വേണമെന്ന് വെച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ഇമീഡിയറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലാതെ തന്നെ ഒരു ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ വിത്തൗട്ട് ഹിം നോയിങ് ഇറ്റ് ഇയാൾ ഒബ്സർവ് ചെയ്യും എന്നുള്ളതാണ്. ഈ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ, പീപ്പിൾ അറൗണ്ട് ഹിം, ഓരോരുത്തർ ഇയാൾ അറിയാതെ തന്നെ ഒബ്സർവ് ചെയ്യാനുണ്ടാവും. അതും കുറേ ഉണ്ടായിരുന്നിരിക്കണം. അതിങ്ങനെ അഭിനയിക്കുമ്പം ഡയറക്ടറിൻ്റെ റോൾ എന്തോ ആയിരുന്നു ശരിക്കും? ഇങ്ങനത്തെ റോൾസ് ചെയ്യുമ്പോൾ ഈ വളരെ ഹീറോ ഓറിയൻറ്റഡ് റോൾസ് ചെയ്യുമ്പോൾ ഡയറക്ടറിൻ്റെ റോൾ എന്തായിരുന്നു ശരിക്കും? പറഞ്ഞു തരുമോ എങ്ങനെ ചെയ്യണം? ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് എനിക്ക് റിയാക്ട്? സിറ്റുവേഷൻ പറഞ്ഞു തരും. എൻ്റെ ആർട്ടിസ്റ്റ് അല്ലേ, അല്ലാതെ നോവീസ് അല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരാൻ നേരത്തെ സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഇതാണ് ഡയലോഗ്, ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഒന്ന് ഡയലോഗ് പറഞ്ഞു തരും. അതും കേട്ടൊന്ന് പഠിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറച്ച് കൂടുതൽ വേണമെന്നോ, കുറച്ച് വേണമെന്നോ, കൂടിപ്പോയെന്നോ, കുറഞ്ഞു പോയെന്നോ ഏറ്റവും ഡയറക്ടർക്ക് തോന്നുകയാണെങ്കിൽ ഫീൽ കമൻസ് എങ്ങനെയാണ് സംഗതി മറ്റേ രീതിയിൽ നമുക്ക് നോക്കാം. സംശയമുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കും. അധികമൊന്നും ചോദിക്കേണ്ടി വരില്ല ഇതൊന്നും. അത് ഈ പുതിയ ആളുകളെടുത്തേ വേണ്ടി വരുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അപ്പം നമ്മൾ ശരിക്കും ഒരു ഇറ്റ്സ് എൻ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് യു അല്ലേ? അണ്ടർസ്റ്റാൻഡിങ് ആണ്. സാർ അത് കഴിഞ്ഞ ഈ ഒരു തലമുറയുടെ ജോലി ചെയ്ത് സാറ് മധു അവരുടെ സാറ് ജയനും സുകുമാരനുടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമകളിൽ. ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു അന്നത്തെ ഒരു പ്രേം നസീർ സാറും ഇപ്പം സത്യൻ സാറിനോട് വർക്ക് ചെയ്തിട്ട് ഇവരോട് വർക്ക് ചെയ്യുമ്പോൾ ഡിഡ് യു ഫീൽ എ ഡിഫറൻസ് ശരിക്കും? ഇല്ല, ഇവർ ഈ വന്നവരൊക്കെ തന്നെ ഇത്രയും സിനിമ, മലയാളത്തിൽ ഇത്രയും സിനിമ അല്ലാത്ത സിനിമയെല്ലാം കണ്ടിട്ട് വന്നവരാണല്ലോ. പിന്നെ സോമനുണ്ടായിരുന്നു. സോമൻ നല്ല സ്റ്റേജ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സുകുമാരനും അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച കോളേജിൽ തന്നെ സുകുമാരൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെ ഈ അവരിൽ ഇപ്പോൾ കുറച്ച് ഈ സോമനുള്ള സ്റ്റേജ് എക്സ്പീരിയൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഇവർ സിനിമയിൽ ബാക്കിയുള്ളവരെല്ലാം സിനിമയിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു സ്കൂൾ ഓഫ് ആക്ടിങ്ങിൽ പെട്ടിട്ട് സ്പോയിൽഡ് ആയിട്ടില്ല, ഫ്രഷ് ആയിരുന്നു. അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ദം ടു ഡു തിങ്സ്. പണ്ടുണ്ടായിരുന്നവരതല്ല, ഈ നാടകത്തിൽ നിന്ന് വന്ന ആളുകൾക്ക് എപ്പോഴും ഉണ്ടല്ലോ അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റേജിൻ്റെ ഒരു സ്റ്റൈല്. അതിപ്പോൾ അഭിനയിക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യമൊക്കെ ഇപ്പോഴും ആർക്കും ഇല്ല കേട്ടോ. ആദ്യമൊക്കെ വരുമ്പോൾ ആരെങ്കിലും പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളോട് സംസാരിച്ച് നേരെ തിരിച്ച് ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ തുടങ്ങും. ദാറ്റ് ഇസ് വാട്ട് ദേ യൂസ് ടു ഡു ഇൻ സ്റ്റേജ്. മനസ്സിലായില്ലേ? അതെ ഓഡിയൻസ് വേണമെന്ന് പറഞ്ഞിട്ട്. ഇവരാകുന്ന വളരെ ഫ്രഷായിട്ട് വന്നവർ. അവർ കുറച്ചൊരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞപ്പോൾ ക്യാമറ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നിന്നാൽ പറ്റില്ല എന്നറിയാമെങ്കിലും ദേ ന്യൂ ഹൗ ടു ഗ്രാമർ നല്ല. അതെ ഇത് തിരിച്ച് ഈ മറ്റൊരു ഭാഷ പഠിക്കും പോലെയാണ് ഈ സ്റ്റേജിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോൾ ഉള്ള ചേഞ്ച്. സാർ അത് കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു സിനിമയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ പഴയ കാലത്ത് സാറിൻ്റെയൊക്കെ ചെയ്ത രമണൻ എല്ലാം വളരെ നോവൽ ബേസ്ഡും ലിറ്ററേച്ചർ ബേസ്ഡും ആയിരുന്നു. അത് കഴിഞ്ഞ് സാറിന് തോന്നിയിട്ട് ഒരു സിനിമയിലൊരു പ്ലോട്ടും സ്റ്റോറി ലൈനും ഒക്കെ ഒരുപാട് വളരെ വ്യത്യാസമായി. ഒരു കുറേ കൂടെ ഒരു ലാർജർ ദാൻ ലൈഫ് ഹീറോസ് ഒക്കെ വന്നു തുടങ്ങി. മറ്റത് വളരെ നമ്മുടെ സോഷ്യൽ ആംബിയോൺസ്, സോഷ്യൽ ടോപ്പിക്സ് ഒക്കെ ആയിരുന്നു. സാറിന് അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയിരുന്നോ സാർ? ബിക്കോസ് ഈ സമയത്തൊക്കെ സാറ് വളരെ ഭംഗിയായിട്ട് സിനിമയിൽ നിൽക്കുന്നൊരു സമയമായിരുന്നു.
സാറിന് ഈ വ്യത്യാസം തോന്നിയിരുന്നു ഈ ഒരു സ്റ്റോറി ലൈനിലും ഹീറോസിനെ അപ്രോച്ച് ചെയ്യുന്നതിന് ലാർജർ ദൻ ലൈഫ് ഹീറോസ് ഒന്നും അവരെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഗുസ്തി കൂടുന്നു, ഇടിക്കുന്നു, ഇതൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതേസമയം വളരെ ടു ലൈഫായിട്ടുള്ള ക്യാരക്ടേഴ്സും ആ സമയത്തുണ്ടായിരുന്നു. സാറിന് അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയിരുന്നു? കാരണം ആദ്യം നമുക്ക് ധാരാളം നോവൽസിൽ നിന്ന് എടുത്ത നോവൽസ് സെലക്ട് ചെയ്തിട്ടാണ് KPSC നാടകങ്ങളും നോവൽസ് എടുത്തിരുന്നപ്പോൾ ഇറ്റ് വാസ് മോർ ഓർ ലെസ് ട്രൂ ടു ലൈഫ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്റ്റേജ് വന്നിട്ട് ഈ ഹിന്ദി ഫിലിംസോ അല്ലെങ്കിൽ തമിഴ് ഫിലിംസിൻ്റെയോ ഒക്കെ റൈറ്റ്സ് വാങ്ങിച്ചിട്ട് നമ്മൾ എടുക്കാനും കുറേയൊക്കെ തമിഴ് ഹിന്ദി പടങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള തുടങ്ങി ലൗഡായിട്ട് വന്നപ്പോൾ എനിക്ക് ആകെപ്പാടെ ഈ സ്റ്റേജിലെ ആക്ടിങ് ഉണ്ടല്ലോ, കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് അഭിനയിക്കുക, കുറച്ച് ഒരു അൺനാച്ചുറൽ ആവുക എന്നെല്ലാം ഉള്ള ഒരു ആവശ്യം വന്നു ഇവിടെ. സോ നാച്ചുറലി ആയിട്ട് ചേഞ്ച്. ഇപ്പോൾ വലിയ മീശയൊക്കെ വെച്ച് ബിഗ്ഗൊക്കെ വെച്ച് ആ രീതിയിലുള്ള ഈ നമ്മളെ ജീവിതത്തിൽ കാണാത്ത രീതിയിലുള്ള ക്യാരക്ടേഴ്സ് അഭിനയിക്കേണ്ടി വരാൻ നേരത്തെ നാച്ചുറലി യു ഓൾസോ ബിക്കം അൺനാച്ചുറൽ. കുറച്ച് ആകേണ്ടി വരും, ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് ട്യൂൺ ആവും. സാറിന് അപ്പോൾ സാറിന് അത് വിഷമം തോന്നിയിരുന്നു അങ്ങനത്തെ റോൾസ്? അതുകൊണ്ടാണ് സാറ് തന്നെ ഫിലിം ഡയറക്ടർ ആവാന്ന്? ഇല്ല, അതൊന്നുമില്ല. അതൊരു ടൈപ്പ് ഓഫ് ആക്ടിങ് എന്നുള്ളതേ ഉള്ളൂ. ആക്ടിങ് എന്ന് പറഞ്ഞാൽ ആക്ടിങ് ഇസ് നോട്ട് ഇമിറ്റേറ്റിംഗ് ആണെങ്കിൽ കൂടി അതുപോലെ യഥാർത്ഥം അങ്ങനെ ചെയ്യല്ല. ഇങ്ങനെ ഒരു നമ്മുടെ ലൈഫിൽ തന്നെ ഇല്ലേ കാണാറില്ലേ ചില ക്യാരക്ടേഴ്സിനെ, അതെ കാണാറില്ലേ? അപ്പം അതുകൊണ്ട് അതൊരു ഒരു വലിയ സിന്നൊന്നുമല്ല. മനസ്സിലായി, ചേഞ്ച് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അല്ല, പഴയ നമ്മൾ ഇപ്പോൾ തുലാഭാരം പോലെ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും കേരളത്തിൽ ആ ഒരു പാസ് ചെയ്യുന്ന ഫേസും നമ്മൾ അങ്ങനത്തെ ശരിക്കും നമുക്ക് കാണാം. ഇപ്പോൾ സുബേദ, അന്നത്തെ ആ ഒരു ആംബിയോൺസും അന്നത്തെ സോഷ്യൽ കൺസേൺസ് അതൊക്കെയാണ് ആ സിനിമയിൽ വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞൊരു ലേറ്റ് 70s നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ പോയി നമ്മൾ ശരിക്കും കാണിക്കുന്ന വേറൊരു കൈൻഡ് ഓഫ് സിനിമയാണ്. ഗാങ്സ്റ്ററും മോൾസും അങ്ങനെയുള്ളൊരു. അതിന് എങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ ഒരു 60s 50s കുറച്ച് പടങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. 60s പടങ്ങളുടെ ഒരു ടൈം ഉണ്ടായിരുന്നു. അതിലധികവും രോഗം, ഫാമിലി ഡ്രാമ, രോഗം, പിന്നെ അത് കഴിഞ്ഞ് ദാരിദ്ര്യം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, പിന്നെ ഉണ്ടായിരുന്ന ഒരുമാതിരി ഇങ്ങനെ ഈ വഞ്ചനയിലോ അല്ലാതെ അബദ്ധം പറ്റിയിട്ട് എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭം ഉണ്ടാകുന്ന പെൺകുട്ടികൾ, ഇത് കുറേ നാൾ ഇത് തന്നെയായിരുന്നു. മനസ്സിലായി, അത് ആളുകൾക്ക് മതിയായത് മാത്രമല്ല, അതിപ്പോൾ അതിന് കുറെ കഴിഞ്ഞിട്ട് ഈ സോഷ്യൽ പ്രോബ്ലംസിന് അന്നുള്ള പോലെ തന്നെ ഇന്ന് നിൽക്കുന്നു. ആ മാറ്റമൊന്നുമില്ല അധികവും. ഇതൊഴിച്ചിട്ട് ഇപ്പം പഴയ പോലെ അങ്ങനെ ഈ മറ്റേ ശല്യമില്ല. അതൊഴിച്ചു കഴിഞ്ഞാൽ ഈ സോഷ്യൽ ചേഞ്ചസ് അധികം വരാതെ വന്നപ്പോൾ ഇപ്പോൾ നമ്മളറിയില്ല, ഒരു ഈ ലൈഫ് എന്ന് പറയുന്നത് ഒരു നദി പോലെ പോകാതെ തടാകം പോലെ ആയിപ്പോയി. അന്നുണ്ടായിരുന്ന ഇത് ഇവിടെ ഇപ്പം ധാരാളം ഹോസ്പിറ്റൽസും അത് ഇതും മറ്റതും മറിച്ചുമൊക്കെ ഉണ്ടെങ്കിലും രോഗത്തിന് യാതൊരു കുറവില്ല എന്ന് മാത്രമല്ല പല രീതിയിലും പല വിധത്തിലും കൂടിയിട്ടേ ഉള്ളൂ. പിന്നെ ദാരിദ്ര്യം അതുപോലെ തന്നെ, പിടിച്ചു പറിയ അക്രമമൊക്കെ അതുപോലെ തന്നെ, മോഷണവും അങ്ങനെ തന്നെ. പിന്നെ എന്താ ചെയ്യാൻ സാധിക്കുന്നത്? ഇതിൽ ആളുകൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും എടുത്തിട്ട് എക്സാജറേറ്റ് ചെയ്യുക, ഫിക്ഷൻ ലെവലിൽ പോവുക. ഇപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു കുറേ ഇപ്പോൾ വന്നിട്ട് മോഷണം, അടിപിടി, അക്രമം, കൂലിത്തല്ല് ഇതിനെല്ലാം ഒരുമാതിരി ഗ്ലോറിഫൈ ചെയ്യുന്നൊരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പണ്ടൊക്കെ അതൊരു തെറ്റായിട്ട് കാണിച്ചിരുന്നു. കാരണം തെറ്റായിട്ട് പണ്ട് കാണിച്ചു പോയില്ലേ, അതിനിപ്പോൾ വീണ്ടും കാണിച്ചു കഴിഞ്ഞാൽ എന്താ രസം? സോ ഇറ്റ് ഈസ് ടു ബി ഗ്ലോറിഫൈഡ്. അപ്പോൾ ഓൾവേസ് കോൺസ്റ്റന്റ് ഒരു പുതുതിന് വേണ്ടി എപ്പോഴും അതെ. സാർ അങ്ങനെ നോക്കുമ്പോൾ സാറിന് ശരിക്കും പറഞ്ഞ സാർ പറഞ്ഞല്ലോ സോമൻ്റെയും സുകുമാരനുടെയൊക്കെ ആക്ടേഴ്സ്. സാർ ചെമ്പരത്തിയിൽ അഭിനയിച്ചല്ലോ, അന്നത്തെ ഒരു വളരെ മനോഹരമായ പാട്ടുകളും നല്ലൊരു സിനിമയായിരുന്നു. അതിനെക്കുറിച്ച് സാറിന് ഓർമ്മയുണ്ട്? നിങ്ങൾ കുറേ ഹീറോസും, ശോഭന മാത്രമേ ശരിക്കും ഹീറോയിനായിട്ട്. സാറിനൊരു വളരെ മനോഹരമായ റോൾ ഉണ്ടായില്ല അവസാനം, എന്നിട്ട് സാറിൻ്റെ ഫിയാൻസെ പിണങ്ങി പോകുന്നൊക്കെ ഉണ്ടായില്ല. സാറിന് അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്താ? ചെമ്പരത്തിയുടെ ആ ഒരു ഷൂട്ടിങ്ങും ആ ഒരു എക്സ്പീരിയൻസിൻ്റെ. ചെമ്പരത്തി പറഞ്ഞ പോലെ ഒരു വലിയൊരു കമേഴ്സ്യലായിട്ട് കുറേ പടങ്ങൾ അങ്ങനെ ഉണ്ട്. ഈവൻ ഈ ചെമ്മീൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ചെമ്മീൻ അത് ധാരാളം കളക്ട് ചെയ്തു കാശ് കിട്ടി വലിയ വലിയ സൂപ്പർ ഹിറ്റായ കാര്യമൊക്കെ തന്നെ. പക്ഷെ അതും ഒരു കമേഴ്സ്യൽ ആയി വെച്ചിട്ടല്ല. അല്ല അത് ഒരു ഡൂയിങ് ജസ്റ്റിസ് ടു ദ റൈറ്റർ. അത് ഫ്രം ദി സൈഡ് ഓഫ് ദി പ്രൊഡ്യൂസർ. ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചുള്ള ഡൂയിങ് ജസ്റ്റിസ് ടു ദ ക്യാരക്ടർ. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാം തന്നെ ആ രീതിയിലുള്ള ഒരു ഇതായിരുന്നു. മനസ്സിലായില്ലേ? അതിപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അത് മാറിയില്ലേ?
അതേ പരത്തിൽ വരുന്നതല്ലേ ഭാർഗവി നിലയം. ഇപ്പൊ കൂടെ ലൈക്ക് ഞാൻ എൻ്റെ ചിലപ്പം എൻ്റെ പേരൻസ് കണ്ട സിനിമയായി, ഞങ്ങളൊക്കെ അതുമാതിരി ഫിലിം ഫെസ്റ്റിവൽ ഞങ്ങൾ ഓടിപ്പോയി കണ്ട സിനിമ. ബിക്കോസ് ഇറ്റ്സ് അഗെയിൻ എ മൈൽ സ്റ്റോൺ. അതിലെ ഗാനങ്ങളും അതിലെ ഹോൾ ഒരു എത്തോസ് ഓഫ് ദ ഫിലിം. അതിന് സാറിന് എന്താ അതിൻ്റെയൊക്കെ സാറിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇതാണ് ഇതിപ്പോൾ അത് ഭാർഗവി നിലയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഭാർഗവി നിലയം നമുക്ക് വിശ്വസിക്കാൻ സാധിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം, ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു യാഥാർത്ഥ്യമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. ചിലപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചാണോ അല്ലേ ഈ നീല വെളിച്ചം കണ്ടോ ഭാർഗവി കുട്ടിയെ കണ്ടോ എന്ന് നമുക്കറിയാൻ പാടില്ല. ഹി ബിലീവ്സ്. മനസ്സിലായില്ലേ? അത് ഈ എഴുതി കഴിഞ്ഞിട്ട് അത് ഷോർട്ട് സ്റ്റോറി ആയിട്ട് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അതിനെ സ്ക്രിപ്റ്റാക്കി അതിൽ വരാൻ കുറേ ഉള്ളിലെ സത്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു. ആൻഡ് എഗെയിൻ ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ഫിലിം. ഈ കാശിൻ്റെ നോക്കിയിട്ട് എടുത്ത പടമല്ല ചെമ്മീൻ. അതുപോലെ തന്നെ കാശ് കിട്ടിയെങ്കിലും അതുപോലെ തന്നെ ഭാർഗവി നിലയം ഒരു എക്സ്പെരിമെൻ്റ് ആണത്. സാധാരണ അന്നത്തെ യൂഷ്വൽ ഈ ഫാമിലി ഡ്രാമാസ് മെലോ ഡ്രാമാസ് ഒക്കെ വളരെ വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു. അത് ഇതുപോലെ തന്നെയായിരുന്നു ഓളവും തീരവും. ഇപ്പം നേരത്തെ ചോദിച്ചല്ലോ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്തതാണോ ചെമ്മീൻ്റെ ചോദിച്ചാൽ, ചെമ്മീനിൽ ഔട്ട്ഡോർ അല്ലാതെ ഷൂട്ട് ചെയ്യാൻ ഒക്കില്ല. മുഴുവൻ കടലും ഇതൊക്കെയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓളവും തീരവും കംപ്ലീറ്റ് ഔട്ട്ഡോറിൽ തന്നെ ഷൂട്ട് ചെയ്തത്. നോട്ട് ഈവൻ എ സിംഗിൾ ഇൻഡോർ ഷോട്ട്. മറ്റേ അകത്ത് ചില്ലറ സെറ്റൊക്കെ ആയിട്ട് പലതും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓളവും തീരത്തിൽ അത് ചെയ്തിട്ടേ ഇല്ല. അന്നത്തെ ഈ കൺസ്ട്രെയിൻസ് കൊണ്ട് അങ്ങനെ കംപ്ലീറ്റ് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ബിക്കോസ് നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന അന്നൊക്കെ മിക്കവാറും സെറ്റ്സ് ഇട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അല്ലേ അന്ന്? അല്ല, അന്ന് ഈ വീട്ടിനകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നത്തെ പോലെ 2-3 ലൈറ്റ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ ഒക്കില്ല. ഇന്നത്തെ അത്രയും പവർഫുൾ ലൈറ്റ്സ് ഇല്ല. ഫിലിമിൻ്റെ സ്പീഡ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഒരു ചെറിയ മുറിയിനകത്ത് കയറിയിട്ട് നിറയെ ലൈറ്റ് ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നാച്ചുറൽ ലുക്കല്ല, ചിലപ്പം എക്സ്പോഷർ തന്നെ കിട്ടിയില്ലെന്ന് വരും. അപ്പോൾ അന്നത്തെ ലൈറ്റ്സ്, അന്നത്തെ ക്യാമറ, ഇതൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ കൊച്ചു മുറിയിലൊന്നും കയറി ഇന്നത്തെ പോലെ ഷൂട്ട് ചെയ്യാൻ നോക്കില്ല. ഇപ്പോൾ ഫിലിമിൻ്റെ സ്പീഡ് മാറി. പക്ഷേ സാർ ഈ ഇങ്ങനത്തെ ഫിലിംസ് ചൂസ് ചെയ്ത് സാർ വേണമെന്ന് വെച്ചാൽ ഒരു ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഡിസൈൻ എനിക്ക് വ്യത്യസ്തമായ റോളുകൾ ചെയ്യണം എന്ന് വെച്ചാൽ അങ്ങനെ സെലക്ട് ചെയ്താണോ അങ്ങനെ പറയാൻ മറ്റേ അതല്ലേ അത് ഈ നല്ല ക്യാരക്ടേഴ്സൊക്കെ വന്നത് കുറേയൊക്കെ ലക്കെന്ന് പറയാം. അല്ല, സ്വയംവരത്തിൽ ആക്ട് ചെയ്തു അടൂർ ഗോപാലകൃഷ്ണൻ. അന്ന് അടൂർ പറയായിരുന്നു ലൈക്ക് ഹി വാസ് സെയിങ് അതൊരു സ്ട്രഗ്ലിംഗ് സമയത്ത് ഞാൻ പോയി ചോദിച്ചതാണ്. അന്ന് മധു എന്ന് പറയുന്നൊരു വലിയ സ്റ്റാറാണ്, എനിക്ക് അഭിനയിക്കുമോ എന്ന് എനിക്ക് അന്ന് ഷുവറൊന്നും ആയിരുന്നില്ല. പക്ഷെ ചോദിച്ചു, അദ്ദേഹം ഉടനെ സമ്മതിച്ചു, അഭിനയിച്ചു. അപ്പം സാർ എന്തായിരുന്നു അങ്ങനെ അത് സെലക്ട് ചെയ്യാൻ കാരണം? അല്ല, അതല്ലേ ഇത് എനിക്ക് ചിത്രാഞ്ജലിയിൽ അല്ലേ ചിത്രാഞ്ജലിയിൽ ഞാൻ മെമ്പറൊന്നും ആയിരുന്നില്ല. ബട്ട് ഞാൻ മിക്കവാറും എന്നും വൈകിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഗോപാലകൃഷ്ണൻ അവിടെ നിന്ന് പഠിച്ചു വന്നിട്ട് അന്നേ തന്നെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഗോപാലകൃഷ്ണൻ അതിന് മുമ്പെടുത്ത് ഏതിലൊക്കെ പൂർത്തിയാക്കാത്ത 1-2 ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ ഇതിന് പകരം വേറൊരു കഥയായിരുന്നു എന്നൊരിക്കലും അന്ന് ഞാൻ പോകുമായിരുന്നു. അല്ല, അപ്പോൾ സാർ ശരിക്കും അങ്ങനെ യു ഡു നോട്ട് റിയലി ലുക്ക് അറ്റ് കമേഴ്ഷ്യൽ സക്സസ് ഓർ ഹൗ മച്ച് അതല്ലായിരുന്നു നോക്കിയിരുന്നത് അല്ലേ? എന്തായാലും എങ്ങനെയായിരുന്നു അപ്പോൾ റോൾസ് അക്സെപ്റ്റ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു ഒരു റോൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ? ആരെങ്കിലും ഒരു കഥ പറയണു? ഒരു ആദ്യമൊക്കെ ഈ റോൾ അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വരുന്ന റോള് എങ്ങനെയെങ്കിലും ശരിയാക്കുക എന്നുള്ളതായിരിക്കും ആദ്യത്തെ. അത് കഴിയുമ്പോൾ നല്ല റോള് നോക്കിയിട്ട് വല്ല ബോറാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക. പിന്നെ അനദർ സ്റ്റേജ് ബോറായ റോളുമായിട്ട് നിങ്ങളെടുത്ത് ആരും വരില്ല.